Hello students, we are discussing the chapter Molecular Symmetry and Group Theory. We discussed the different type of symmetry elements and the associated symmetry operations, that is identity element and identity operation, axis of symmetry and the corresponding symmetry operation, proper rotation axis, and the third one is plane of symmetry and the corresponding operation is reflection, and the fourth one is improper axis of symmetry and the corresponding symmetry operation is improper axis of rotation, and the fifth one is inversion and the corresponding symmetry element is center of symmetry. Okay. അപ്പോൾ ഈ 5 സിമെട്രി എലമെൻസും അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സിമെട്രി ഓപ്പറേഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ, ഈ സിമെട്രി ഓപ്പറേഷൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് എന്നാണ് നെക്സ്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സാധാരണ നമ്മൾ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൾട്ടിപ്ലിക്കേഷൻ ഇപ്പോൾ A × B അല്ലെങ്കിൽ 3 × 6. 3 × 6 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ 3ഉം 6ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ നമ്മൾ സിമെട്രി ഓപ്പറേഷൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു സിമെട്രി ഓപ്പറേഷൻ നടത്തി ആ കിട്ടിയ റിസൾട്ടിനെ മറ്റൊരു സിമെട്രി ഓപ്പറേഷൻ കൂടി നടത്തുന്നു. അതാണ് സിമെട്രി ഓപ്പറേഷൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. പെർഫോമിങ് എ സീരീസ് ഓഫ് സിമെട്രി ഓപ്പറേഷൻസ് ഇൻ സക്സഷൻ ഓൺ എ മോളിക്യൂൾ. ഓക്കെ, ഒരു സക്സസ് ആയിട്ട്, അതായത് അടുപ്പിച്ച് ഒരു മോളിക്യൂളിൽ ഒന്നിൽ കൂടുതൽ സിമെട്രി ഓപ്പറേഷൻസ് ക്യാരി ചെയ്യുക. പെർഫോമിങ് എ സീരീസ് ഓഫ് സിമെട്രി ഓപ്പറേഷൻസ് ഇൻ സക്സഷൻ ഓൺ എ മോളിക്യൂൾ ഈസ് കോൾഡ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇഫ് വി പെർഫോം എ സിമെട്രി ഓപ്പറേഷൻ എ ഫോളോഡ് ബൈ അനദർ മോളിക്യൂൾ അല്ല, അനദർ ഓപ്പറേഷൻ എന്നാണ്, അതൊന്ന് കറക്റ്റ് ചെയ്യണം. ഇഫ് വി പെർഫോം എ സിമെട്രി ഓപ്പറേഷൻ എ ഫോളോഡ് ബൈ another operation B, then this type of combination of symmetry operations is called multiplication of symmetry operations. ഓക്കെ, നമ്മളൊരു മോളിക്യൂളിൻ്റെ മുകളിൽ എ എന്ന് പറയുന്ന സിമെട്രി ഓപ്പറേഷൻ നടത്തുന്നു, ഫോളോഡ് ബൈ അനദർ ഓപ്പറേഷൻ ബി. അനദർ മോളിക്യൂൾ എന്നല്ല, ഞാൻ വീണ്ടും പറയുന്നു, അനദർ ഓപ്പറേഷൻ എന്ന് അവിടെ തിരുത്തി വായിക്കണം. അനദർ ഓപ്പറേഷൻ ബി, then this type of combination of symmetry operations is called multiplication of symmetry operations. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മോളിക്യൂളിൻ്റെ മുകളിൽ നമ്മൾ എ എന്ന് പറയുന്നൊരു സിമെട്രി ഓപ്പറേഷൻ നടത്തുന്നു, എന്നിട്ട് കിട്ടിയ റിസൾട്ടൻ്റെ മുകളിൽ ബി എന്ന് പറയുന്ന സിമെട്രി ഓപ്പറേഷൻ നടത്തുന്നു, എന്നിട്ട് ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സിമെട്രി ഓപ്പറേഷൻസ് എന്ന് വിളിക്കുക. ഇനി നമ്മൾ ഈ ആദ്യം എ എന്ന് പറയുന്ന ഓപ്പറേഷനാണ് ചെയ്തത്, എന്നിട്ടാണ് ബി എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്തത്, അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ എഴുതുന്നത് ബി എ എന്നാണ്. ഓക്കെ, ബി എ എന്നാണ് നമ്മളതിനെ എഴുതുന്നത്. ഇറ്റ് ഈസ് റിട്ടൺ ആസ് ബി എ, വിച്ച് മീൻസ് അപ്ലൈ എ ഫസ്റ്റ് ആൻഡ് ദെൻ ബി. അതായത് നമ്മളൊരു മോളിക്യൂളിൻ്റെ മുകളിൽ എ എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തി, എന്നിട്ടാണ് ബി നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ എഴുതുമ്പോൾ ലാസ്റ്റ് നടത്തിയ ഓപ്പറേഷനാണ് നമ്മൾ ഫസ്റ്റ് എഴുതുക, എന്നിട്ടാണ് നമ്മൾ ഫസ്റ്റ് നടത്തിയ ഓപ്പറേഷൻ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സിമെട്രിയുടെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു പോയിൻ്റ് നല്ലോണം മനസ്സിലാക്കി വയ്ക്കുക. ഇറ്റ് ഈസ് റിട്ടൺ ആസ് ബി എ, വിച്ച് മീൻസ് അപ്ലൈ എ ഫസ്റ്റ് ആൻഡ് ദെൻ ബി, റൈറ്റ് ടു ലെഫ്റ്റ് ഓർഡർ ഓഫ് ദ അപ്ലിക്കേഷൻ. ഓക്കെ, അതാണ് ഓർത്ത് വയ്ക്കേണ്ടത്, റൈറ്റ് ടു ലെഫ്റ്റ് ഓർഡർ ഓഫ് ദ അപ്ലിക്കേഷൻ. ഓക്കെ, റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് നമ്മൾ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ എ ആണ് ആദ്യം ചെയ്യുന്നത്, പിന്നീട് ബി ആണ് എങ്കിൽ അത് എഴുതേണ്ടത് ബി എ എന്നാണ്. ഓക്കെ, if the net effect of the above multiplication is same as another symmetry operation C on the molecule, then BA equal to C, where C is the product of A and B. അപ്പോൾ നമ്മൾ ഒരു മോളിക്യൂളിൽ ഒരു സിമെട്രി ഓപ്പറേഷനോ 2 സിമെട്രി ഓപ്പറേഷനോ ആവില്ല ഉണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ സാധിക്കുക വാട്ടർ മോളിക്യൂളിൻ്റെ കേസാണ്. EC2, പിന്നെ അതുപോലെ 2 സിമെട്രി പ്ലെയിൻസുമാണ് വാട്ടർ മോളിക്യൂളിനുള്ളത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് വാട്ടർ മോളിക്യൂളിൻ്റെ പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസുകളും പ്ലെയിൻ ഓഫ് സിമെട്രിയൊക്കെ, അല്ലേ?
അപ്പോൾ വാട്ടർ മോളിക്യൂളിന് ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ഓപ്പറേഷൻ ഉണ്ടായിരിക്കും. അതുകൂടാതെ ഒരു C2 എന്ന് പറയുന്ന ഒരു പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് ഉണ്ടായിരിക്കും. പിന്നെ 2 വെർട്ടിക്കൽ മിറർ പ്ലെയിൻസും ആണ് ഉള്ളത്. അപ്പോൾ വാട്ടർ മോളിക്യൂളിൻ്റെ മുകളിൽ നമ്മൾ ഏതെങ്കിലും 2 ഓപ്പറേഷൻസ് സക്സസീവായിട്ട് നടത്തി കഴിഞ്ഞാൽ മൂന്നാമത് കിട്ടുന്നത് ഈ വാട്ടർ മോളിക്യൂളിലെ ഏതെങ്കിലും ഒരു സിമെട്രി ഓപ്പറേഷൻ തന്നെയായിരിക്കും. ഓക്കെ, ഇഫ് ദ നെറ്റ് എഫക്റ്റ് ഓഫ്, അതാണ് ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത്, ഇഫ് ദ നെറ്റ് എഫക്റ്റ് ഓഫ് ദ എബോവ് മൾട്ടിപ്ലിക്കേഷൻ സീസ് സെയിം ആസ് അനദർ സിമെട്രി ഓപ്പറേഷൻ C ഓൺ ദ മോളിക്യൂൾ, then BA equal to C. ഓക്കെ, where C is the product of A and B. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും പ്രൊഡക്റ്റ് ആയിരിക്കും. ഇനി ഇതിൻ്റെ എൻഡ് റിസൾട്ട് A നടത്തിയിട്ട് B ചെയ്താലും B നടത്തിയിട്ട് A ചെയ്താലും കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ, അത് ആ ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എല്ലാ മോളിക്യൂൾസിൻ്റെ കേസിലും A നടത്തിയിട്ട് B കിട്ടുന്നതും A എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തിയിട്ട് B ഓപ്പറേഷൻ ചെയ്യുന്നതും B ഓപ്പറേഷൻ ആദ്യം നടത്തിയിട്ട് A ഓപ്പറേഷൻ ചെയ്യുന്നതും സെയിം ആയിരിക്കണമെന്നില്ല. ഓക്കെ, നമ്മളിതിനെ AB ഈക്വൽ ടു BA ആണെങ്കിൽ അതിനെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നൊക്കെ നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ മോളിക്യൂൾസും AB ഈക്വൽ ടു BA എന്ന് പറയുന്ന ആ അത് അനുസരിക്കണമെന്നില്ല. ഓക്കെ, ദ എൻഡ് റിസൾട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ഓർഡർ ഇൻ വിച്ച് ദേ ആർ പെർഫോംഡ്. ചില മോളിക്യൂൾസിൻ്റെ കേസിൽ ആദ്യം A നടത്തിയിട്ട് പിന്നീട് B നടത്തിയാലും ആദ്യം B നടത്തിയിട്ട് പിന്നീട് A നടത്തിയാലും സെയിം ആയിരിക്കും റിസൾട്ട് കിട്ടുക. എന്നാൽ ചില മോളിക്യൂൾസിൻ്റെ കേസിൽ ആ റിസൾട്ട് സെയിം ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഈ AB ഈക്വൽ ടു BA നടത്തിയിട്ടും A ആദ്യം നടത്തിയിട്ട് പിന്നീട് B നടത്തിയാൽ കിട്ടുന്ന റിസൾട്ടും B ആദ്യം നടത്തിയിട്ട് പിന്നീട് A നടത്തിയാൽ കിട്ടുന്ന റിസൾട്ടും സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, ആ സമയത്ത് നമ്മൾ എന്താ പറയുക? മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് വാട്ടർ മോളിക്യൂളിന് തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാം. വാട്ടർ മോളിക്യൂൾ എടുക്കുക. YZ പ്ലെയിൻ ആണ് മോളിക്കുലർ പ്ലെയിൻ എന്ന് വിചാരിക്കുക. YZ പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പ്ലെയിനാണ് YZ പ്ലെയിൻ. ഓക്കെ, അതാണ് മോളിക്കുലർ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇവിടെ ആക്സിസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. Z ആക്സിസ്, Y ആക്സിസ്, X ആക്സിസ്. അപ്പോൾ ഇതാണ് Y ആക്സിസ്, ഇത് Z ആക്സിസ്, ഇത് X ആക്സിസ്. അപ്പോൾ ഈ പ്ലെയിനാണ് എന്തെന്ന് പറയുന്നത്? YZ പ്ലെയിൻ എന്ന് പറയുന്നത്. XY പ്ലെയിൻ എന്ന് പറയുമ്പം ഇങ്ങനെ ചരിഞ്ഞ പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. YZ പ്ലെയിൻ ഈസ് ദ മോളിക്കുലർ പ്ലെയിൻ ആൻഡ് C2 ആക്സിസ് കോയിൻസൈഡ് വിത്ത് Z ആക്സിസ്. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്സിജൻ, ഹൈഡ്രജൻ, നമ്മൾ പ്ലെയിന് ആക്സിസ് വരച്ച് കഴിഞ്ഞാൽ C2 ആക്സിസ് എന്ന് പറയുന്നത് ഈ Z ആക്സിസിലൂടെ തന്നെ കടന്നു പോകുന്ന ആക്സിസാണ് അല്ലേ? നമ്മൾ ഓക്സിജനിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസാണ് C2 എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ C2 ആക്സിസ് കോയിൻസൈഡ് വിത്ത് Z ആക്സിസ് അതൊക്കെ നമ്മൾ പറഞ്ഞു. ഒബ്വിയസ്ലി ദ 2 മിറർ പ്ലെയിൻസ് ദാറ്റ് ദ മോളിക്യൂൾ പോസസസ് ആർ സിഗ്മ V XZ ആൻഡ് സിഗ്മ V ഡാഷ് YZ. ഓക്കെ, സിഗ്മ V XZ എന്ന് പറയുന്ന പ്ലെയിൻ ഏതാണ്? ഈ കാണിച്ചിരിക്കുന്ന പ്ലെയിനാണ് സിഗ്മ V XZ. സിഗ്മ V YZ എന്ന് പറയുന്ന പ്ലെയിൻ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വാട്ടർ മോളിക്യൂളിന് ആദ്യം ചെയ്യുന്നത് C2 എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നടത്തി. C2 എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഈ 180 ഡിഗ്രിയാണ് തിരിക്കുന്നത്. ഈ HBയുടെ പൊസിഷൻ HAയിലേക്കും HAയുടെ പൊസിഷൻ HBയിലേക്കും വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് വാട്ടർ മോളിക്യൂളിൻ്റെ മുകളിൽ C2 എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഓക്കെ, ഇനി ഈ കിട്ടിയ ഈ മോളിക്യൂളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും സിഗ്മ V XZ ഓപ്പറേഷൻ നടത്തുന്നു. സിഗ്മ V XZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലെയിനാണ് സിഗ്മ V XZ. ഈ സിഗ്മ V XZൽ റിഫ്ലക്ഷൻ നടത്തി കഴിഞ്ഞാൽ HBയുടെ പൊസിഷൻ HAയിലേക്കും HAയുടെ പൊസിഷൻ HBയിലേക്കും വരുന്നു. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. ഇതൊരു മൾട്ടിപ്ലിക്കേഷനാണ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സിമെട്രി ഓപ്പറേഷൻ. ആദ്യം C2Z എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തി, എന്നിട്ട് ഏത് ഓപ്പറേഷൻ നടത്തി? സിഗ്മ V XZ എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തി.
ഞാൻ എഴുതിയത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ആദ്യം നമ്മൾ എന്താ ചെയ്തത്? C2Z ആണ് നടത്തിയത്. എന്നിട്ടാണ് നമ്മൾ എന്ത് നടത്തിയത്? സിഗ്മ വി എക്സ് സെഡ് നടത്തിയത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. ചെയ്യുമ്പം നമ്മൾ ആദ്യം C2Z നടത്തണം, എന്നിട്ട് സിഗ്മ വി നടത്തണം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ ആ സിമെട്രി ഈ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വേറൊരു സിമെട്രി ഓപ്പറേഷൻ നടത്തുന്നതിന് ഇക്വലൻ്റ് ആയിരിക്കും. അതായത് നമ്മൾ ഈ വാട്ടർ മോളിക്യൂളിനെ എന്ത് ചെയ്യുന്നു? സിഗ്മ വി വൈ സെഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തുന്നു. വാട്ടർ മോളിക്യൂളിനെ സിഗ്മ വി വൈ സെഡ് പ്ലെയിൻ എന്ന് പറയുന്നത് ഈ പ്ലെയിനാണ് വൈ സെഡ് പ്ലെയിൻ. ഈ പ്ലെയിനിൽ റിഫ്ലക്ഷൻ നടത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എച്ച് എയുടെ സ്ഥാനത്തും എച്ച് ബിയുടെ സ്ഥാനത്തും തന്നെ ഉണ്ടാവും. ഓക്കെ, അതല്ലേ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? C2Z നടത്തി, അതായത് വാട്ടർ മോളിക്യൂളിനെ C2Z നടത്തി, പിന്നീട് സിഗ്മ വി എക്സ് സെഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ കോൺസിക്യൂട്ടീവായിട്ട് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് സിഗ്മ വി വൈ സെഡിന് ഇക്വലൻ്റ് ആണ്. ഓക്കെ, സിഗ്മ വി വൈ സെഡിന് ഇക്വലൻ്റ് ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ C2Z ഇൻറ്റു സിഗ്മ വി എക്സ് സെഡ് ഈസ് ഈക്വൽ ടു സിഗ്മ വി വൈ സെഡ്. സാധാരണ നമ്മൾ വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ ഈ വൈ സെഡ് പ്ലെയിനിനെ സിഗ്മ വി ഡാഷ് എന്നാണ് പറയാറ്. ഓക്കെ, sigma v dash yz is seen to be the product of above binary multiplication. ഓക്കെ, അപ്പോൾ ഇതാണ് വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ ഉള്ള ഒരു സിമട്രി ഓപ്പറേഷൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ റിവേഴ്സ് എടുക്കുക. അതായത് സിഗ്മ വി എക്സ് സെഡ് ആദ്യം നടത്തുക, പിന്നീട് C2 നടത്തുക. ഇവിടെ നമ്മൾ ആദ്യം C2 ആണ് ചെയ്തത്, പിന്നീട് സിഗ്മ വി എക്സ് സെഡ് ചെയ്തു. എന്നിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് സിഗ്മ വി വൈ സെഡ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം സിഗ്മ വി എക്സ് സെഡ് നടത്തുക, പിന്നീട് C2 നടത്തുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം സിഗ്മ വി എക്സ് സെഡ് നടത്തുന്നു. വാട്ടർ മോളിക്യൂളിനെ ആദ്യം സിഗ്മ വി എക്സ് സെഡ് നടത്തി. സിഗ്മ വി എക്സ് സെഡ് വാട്ടർ മോളിക്യൂളിൽ ആദ്യം സിഗ്മ വി എക്സ് സെഡ് നടത്തി. സിഗ്മ വി എക്സ് സെഡ് എന്ന് പറയുന്ന പ്ലെയിൻ ഇതാണ്. എച്ച് എയും എച്ച് ബിയും എന്ത് ചെയ്തു? ഇൻ്റർചേഞ്ച് ചെയ്തു, റിഫ്ലക്ഷൻ നടന്നു. ഓക്കെ, എച്ച് എയുടെ സ്ഥലത്ത് എച്ച് ബിയും എച്ച് ബിയുടെ സ്ഥാനത്ത് എച്ച് എയും വന്നു, പ്രൊഡക്റ്റ് കിട്ടി. എന്നിട്ട് നമ്മൾ അതിനെ C2Z എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തി. C2Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓക്സിജനിലൂടെ കടന്നു പോകുന്ന ആക്സിസിൽ 180 ഡിഗ്രി തിരിച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എച്ച് എയുടെ പൊസിഷനിൽ എച്ച് ബിയുടെ പൊസിഷനിൽ എച്ച് എയും എച്ച് എയുടെ പൊസിഷനിൽ എച്ച് ബിയും വന്നു. ദിസ് ഈസ് ഈക്വലൻ്റ് ടു സിഗ്മ വി വൈ സെഡ്, അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ടർ മോളിക്യൂളിനെ നേരെ പിടിച്ചിട്ട് സിഗ്മ വി വൈ സെഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ തന്നെയാണ് കിട്ടുക. എച്ച് ബിയും ഇങ്ങനെയാണ് കിട്ടുക, അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഈ കേസിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഈ C2Z ഇൻറ്റു സിഗ്മ വി വൈ എക്സ് സെഡ് ഈസ് ഈക്വൽ ടു സിഗ്മ വി ഡാഷ് വൈ സെഡ് എന്ന് നമുക്ക് പറയാം, ഇല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയേ, നമുക്ക് നേരത്തെ കിട്ടിയത് സിഗ്മ വി എക്സ് സെഡ് ഇൻറ്റു C2Z ഈസ് ഈക്വൽ ടു സിഗ്മ വി ഡാഷ് വൈ സെഡ്. ഇവിടെ നമുക്ക് കിട്ടിയത് C2Z ഇൻറ്റു സിഗ്മ വി എക്സ് സെഡ് ഈസ് ഈക്വൽ ടു സിഗ്മ വി ഡാഷ് വൈ സെഡ്. രണ്ടും ഓർഡർ മാറി എന്ന് വിചാരിച്ചിട്ട് ഇവിടെ എന്തില്ല? സെയിം റിസൾട്ടാണ്. അതായത് ഓർഡർ മാറി എന്ന് വിചാരിച്ച് നമുക്ക് വേറെ പ്രൊഡക്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല, സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സിഗ്മ വി ഡാഷ് വൈ സെഡ് ഈസ് അഗെയിൻ സീൻ ടു ബി ദ പ്രൊഡക്റ്റ്. ദാറ്റ് ഈസ് with respect to the water molecule, the final configuration is same irrespective of whether the sigma v xz operation is performed first or the C2Z. This means that the multiplication is commutative and that sigma v xz and C2Z commute with each other. ഇതാണ് നമുക്ക് അതിൽ നിന്നും കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്മ വി എക്സ് സെഡ് ആദ്യം നടത്തിയാലും C2Z ആദ്യം നടത്തിയാലും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ത് തന്നെയാണ്?
സിഗ്മ വി ഡാഷ് വൈ സെഡ് തന്നെയാണ് ഇൻ ദ കേസ് ഓഫ് വാട്ടർ മോളിക്യൂൾ. ഓക്കെ, വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, വാട്ടർ മോളിക്യൂളിൻ്റെ ഈ മൾട്ടിപ്ലിക്കേഷൻ, വാട്ടർ മോളിക്യൂളിലുള്ള ഈ സിമെട്രി ഓപ്പറേഷൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്താണ് എന്ന് പറയാം, കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് പറയാം. സിഗ്മ വി എക്സ് സെഡ് ആൻഡ് C2Z കമ്മ്യൂട്ട് വിത്ത് each other. ഓക്കെ, ഇവിടെ എ ബി സി ഈക്വൽ ടു ബി എ ആണ്. therefore സിഗ്മ വി എക്സ് സെഡ് ആൻഡ് C2Z കമ്മ്യൂട്ട് വിത്ത് each other. ഓക്കെ, അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡിസ്കസ് ദ കമ്മ്യൂട്ടേറ്റീവ് അല്ലെങ്കിൽ എ ബി ഈക്വൽ ടു ബി എ, എല്ലാ മോളിക്യൂൾസിനും എ ബി ഈക്വൽ ടു ബി എ ആണോ, അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് സിമെട്രി ഓപ്പറേഷൻസ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാ മോളിക്യൂൾസിൻ്റെയും സിമെട്രി ഓപ്പറേഷൻസ് കമ്മ്യൂട്ട് ചെയ്യുമോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാം. അപ്പോൾ കമ്മ്യൂട്ട് ചില മോളിക്യൂൾസിൻ്റെത് കമ്മ്യൂട്ട് ചെയ്യും, എന്നാൽ ചില മോളിക്യൂൾസിൻ്റെത് കമ്മ്യൂട്ട് ചെയ്യില്ല എന്നാണ് നമ്മുടെ ആൻസർ വേണ്ടത്. ഓക്കെ, അപ്പോൾ കമ്മ്യൂട്ട് ചെയ്യുന്നതിനൊരു എക്സാമ്പിളാണ് വാട്ടർ മോളിക്യൂളിലുള്ള സിമെട്രി ഓപ്പറേഷൻസ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. അതായത് നമ്മൾ എടുക്കുന്നത് നോൺ കമ്മ്യൂട്ടേറ്റീവ് മൾട്ടിപ്ലിക്കേഷൻ. അതാണ് അടുത്തത്. ഇഫ് ദ പ്രോഡക്റ്റ് ഓഫ് ടു സിമെട്രി ഓപ്പറേഷൻസ് എ ആൻഡ് ബി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓർഡർ ഇൻ വിച്ച് ദ ടു ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് സോ ദാറ്റ് BA not equal to AB, then it is said that multiplication is not non-commutative and the operations A and B do not commute. ഇത് മാത്സിൽ പഠിക്കുന്നത് തന്നെയാണ്. ശരിക്കും നമ്മളെ സിമെട്രി ഓപ്പറേഷൻസ്, നമ്മൾ മോളിക്യൂളിൻ്റെ മുകളിലുള്ള സിമെട്രി ഓപ്പറേഷൻസിൽ മാത്സിലെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്ത് പഠിക്കുന്നതാണ് ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്നത്. നമ്മളെ ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ സിമെട്രി ആൻഡ് മോളിക്കുലർ സിമെട്രി ആൻഡ് ഗ്രൂപ്പ് തിയറി എന്നാണല്ലോ. അപ്പോൾ ഈ സിമെട്രി ഓപ്പറേഷൻസിലേക്ക് നമ്മൾ മാത്സിലെ ഗ്രൂപ്പ് തിയറിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഗ്രൂപ്പ് തിയറിയുടെ സഹായത്തോടെയാണ് നമ്മൾ സിമെട്രി പഠിക്കുന്നത്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് മോളിക്കുലർ സിമെട്രി എന്ന് പറയുന്നത്. നിങ്ങൾ സ്പെക്ട്രോസ്കോപ്പി എന്നുള്ള ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചിട്ടുണ്ടാവും, മറ്റുള്ള ടീച്ചേഴ്സ് എടുക്കുന്നുണ്ടാവും. ആ സ്പെക്ട്രോസ്കോപ്പിയിലെ സെലക്ഷൻ റൂൾസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ സെലക്ഷൻ റൂൾസൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് ഈ പ്രിൻസിപ്പിൾസ്, ഗ്രൂപ്പ് തിയറിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ചാപ്റ്ററിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പല കാര്യങ്ങളിലും പല ചാപ്റ്റേഴ്സുമായിട്ടും കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ് മോളിക്കുലർ സിമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വൈബ്രേഷൻ സ്പെക്ട്ര ആയാലും ഇലക്ട്രോണിക് സ്പെക്ട്ര ആയാലും ട്രാൻസിഷൻസ് അലൗഡ് ആണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത്, അതിൻ്റെ സെലക്ഷൻ റൂൾസ് കൊണ്ടുവരുന്നത് നമ്മൾ ഈ ഗ്രൂപ്പ് തിയറിയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മാത്സിലെ പ്രിൻസിപ്പിൾസായ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒബേ ചെയ്യണമെന്നുണ്ടെങ്കിൽ എ ബി സി ഈക്വൽ ടു ബി എ ആവണമെന്ന്. ഇവിടെ നമ്പേഴ്സിന് പകരം അല്ലെങ്കിൽ ഇക്വേഷൻസിന് പകരം നമുക്കിവിടെ എന്താണുള്ളത്, സിമെട്രി ഓപ്പറേഷൻസ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ എയും ബിയും എന്ന് പറയുന്ന രണ്ട് ഓപ്പറേഷൻസ് ഓർഡർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സെയിം റിസൾട്ട് അല്ല കിട്ടുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, നോൺ കമ്മ്യൂട്ടേറ്റീവ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, നോൺ കമ്മ്യൂട്ടേറ്റീവ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. BF3 മോളിക്യൂൾ. BF3 മോളിക്യൂളിലെ സിമെട്രി ഓപ്പറേഷൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. BF3ക്ക് E ഉണ്ട്, C3 ആണ് പ്രിൻസിപ്പൽ ആക്സിസ്, അതുപോലെ 3 വേർട്ടിക്കൽ പ്ലെയിൻസ് ഉണ്ട്, പിന്നെ അതുകൂടാണ്ട് സിഗ്മ എച്ച് ഉണ്ട്, പിന്നെ ഒരു 3 C2 ആക്സിസുകളുണ്ട്, പിന്നെ ഒരു S3 എന്ന് പറയുന്ന ഒരു ഇംപ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് ഉണ്ട്. എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോളിക്യൂൾസിൻ്റെ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാൻ ശ്രമിക്കുക. മോളിക്യൂൾസിൻ്റെ സിമെട്രി ഓപ്പറേഷൻസ് ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് നോക്കുക. അപ്പോൾ ഇവിടെ BF3യിൽ നമ്മൾ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് ആദ്യം ഈ മോളിക്യൂളിനെ C3 എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തുകയാണ്. എന്നിട്ട് സിഗ്മ വി എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തുകയാണ്, ഫോളോഡ് ബൈ സിഗ്മ വി. അപ്പോൾ ഏത് പ്ലെയിൻ ആണോ നമ്മൾ എടുക്കുന്നത് അത് തന്നെ എല്ലായ്പ്പോഴും എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ BF3 മോളിക്യൂൾ എടുത്തു. എന്നിട്ട് ഈ BF3 മോളിക്യൂളിൽ നമ്മൾ എന്ത് ചെയ്തു, C3 എന്ന് പറയുന്ന സിമെട്രി ഓപ്പറേഷൻസ് നടത്തി.
C3 എന്ന് പറയുന്നത് ബോറോൺ ആറ്റത്തിലൂടെ മാത്രം കടന്നു പോകുന്ന ആക്സിസ് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേഷൻ നടത്തി F1ൻ്റെ പൊസിഷൻ F2ൽ എത്തിയിട്ടുണ്ടാവും, F2 F3ൽ എത്തിയിട്ടുണ്ടാവും, F3 F1ൽ എത്തിയിട്ടുണ്ടാവും. ഇനി ഞാൻ ആ റൊട്ടേഷനൊന്നും പറയുന്നില്ല, അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഡൗട്ടുള്ളവർ ആ വീഡിയോ വീണ്ടും കാണുക. അപ്പോൾ എന്നിട്ട് അതിനുശേഷം നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ഇത് ബോറോൺ, ഇത് F3 ഇവിടെ എത്തിയിട്ടുണ്ടാവും, F2 അതുപോലെ F1 F2 ഇങ്ങനെയാണ് ഉള്ളത്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഈ പ്ലെയിനാണ്. നമ്മൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് BF3, ബിയും തേർഡ് ഫ്ലൂറിൻ ആറ്റത്തിലൂടെയും കൂടി കടന്നു പോകുന്ന പ്ലെയിനാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ഈ F1 F2ൻ്റെ പൊസിഷനിലേക്കും F2 F1ൻ്റെ പൊസിഷനിലേക്കും റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം നമുക്ക് കിട്ടിയ റിസൾട്ട് F2ൻ്റെ പൊസിഷൻ ഇവിടെയും F1 ഇവിടെയും, F3ക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഓപ്പറേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം സിഗ്മ വി എന്ന് പറയുന്ന പ്ലെയിനിൽ റിഫ്ലക്ഷൻ നടത്തുക. ഈ സിഗ്മ വി നമ്മൾ ഏത് തന്നെ എടുക്കണം, ഈ പ്ലെയിൻ തന്നെ എടുക്കണം, അല്ലാതെ F2ലേക്കോ F3ലേക്കോ ഉള്ള പ്ലെയിൻ എടുക്കരുത്. കാരണം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന പ്ലെയിന് ഇതായതുകൊണ്ട് ഇവിടെയും നമ്മൾ ആ പ്ലെയിൻ തന്നെ എടുക്കുക. അപ്പോൾ നമ്മൾ ഈ പ്ലെയിനിൽ റിഫ്ലക്ഷൻ നടത്തുകയാണ്. അപ്പോൾ ഈ F3 ഇങ്ങോട്ടും F2 ഇങ്ങോട്ടും റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് ഈ കിട്ടിയിരിക്കുന്ന റിസൾട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, C3 എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തുകയാണ്. C3 എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ ഈ F1 ആരുടെ പൊസിഷനിലേക്ക് വരും, F3യുടെ പൊസിഷനിലേക്ക് വരും. അതുപോലെ F3 F2ൻ്റെ പൊസിഷനിലേക്കും F2 F1ൻ്റെ പൊസിഷനിലേക്കും പോകും. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ട് സിമെട്രി ഓപ്പറേഷൻസ് നടത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത്. ആദ്യം C3 ചെയ്തു, പിന്നെ സിഗ്മ വി ചെയ്തു, കിട്ടിയ റിസൾട്ട് ഇതാണ്. പിന്നീട് BF3 മോളിക്യൂളിൻ്റെ സെയിം ഇതിൽ സിഗ്മ വി ചെയ്തു, പിന്നെ C3 ചെയ്തു, കിട്ടിയ റിസൾട്ട് ഇതാണ്. ഇനി നിങ്ങൾ ആ റിസൾട്ട് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, മുകളിലേക്ക് F3 ആണ്, ഇവിടെ F2 ആണ് അല്ലേ. ഈ പൊസിഷനിൽ F2 ആണ്, ഇവിടെ F1 ആണ്, ഇവിടെ F1 ആണ്, ഇവിടെ F3 ആണ്. സെയിം ആണോ? അല്ല. ഇവിടെ നമ്മൾ നമ്പർ ചെയ്തുകൊണ്ടാണ് നമുക്കിതൊക്കെ മനസ്സിലാവുന്നത് കേട്ടോ. അല്ലാതെ മോളിക്യൂൾസിൻ്റെ ഉള്ളിൽ ഫ്ലൂറിൻ 1ഉം ഫ്ലൂറിൻ 2 എഴുതിയിട്ടുണ്ടാവില്ല. എല്ലാം ഫ്ലൂറിൻ ആറ്റംസ് ആയിരിക്കും. നമുക്ക് ഇവിടെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്, നമ്പർ ചെയ്തിരിക്കുന്നത്. അതായത് ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ കിട്ടുമ്പോഴാണല്ലോ നമ്മൾ അതിനെ സിമെട്രി ഓപ്പറേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, ആദ്യം C3 നടത്തിയിട്ട് പിന്നീട് സിഗ്മ വി നടത്തുമ്പോഴുള്ള റിസൾട്ടും ആദ്യം സിഗ്മ വി നടത്തിയിട്ട് പിന്നീട് C3 നടത്തുമ്പോഴുള്ള റിസൾട്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് BF3 മോളിക്യൂളിൻ്റെ കേസിൽ എന്ത് പറയാം, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം. അതായത് ആദ്യം നമ്മൾ നടത്തുന്ന ഓപ്പറേഷൻ C3 ആണ്, പിന്നീട് നമ്മൾ സിഗ്മ വി ആണ് നടത്തുന്നത്. ദാറ്റ് ഈസ് നോട്ട് ഈക്വാലൻ്റ് ടു ആദ്യം നമ്മൾ സിഗ്മ വി നടത്തുന്നു, പിന്നെ C3. ഓക്കെ, ഇങ്ങനെ തന്നെ എഴുതണം, ഓർഡർ മാറാൻ പാടില്ല. സിഗ്മ വി ഇൻറ്റു C3 എന്ന് ഈസ് നോട്ട് ഈക്വൽ ടു C3 ഇൻറ്റു സിഗ്മ വി. ഓക്കെ, ആദ്യം C3 നടത്തിയിട്ട് പിന്നീട് സിഗ്മ വി നടത്തുന്നതും ആദ്യം സിഗ്മ വി നടത്തിയിട്ട് പിന്നീട് C3 നടത്തുന്നതും രണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ ആ രണ്ട് ഓപ്പറേഷൻസ് നമ്മൾ നടത്തിയത് സെയിം ആയിരുന്നു. അതുകൊണ്ട് വാട്ടർ മോളിക്യൂളിലെ സിമെട്രി ഓപ്പറേഷൻസ് ഒക്കെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നുണ്ടെന്ന് പറയാം. എന്നാൽ BF3 മോളിക്യൂളിൻ്റെ കേസിൽ C3യും സിഗ്മ വിയും എന്ത് ചെയ്യുന്നില്ല, കമ്മ്യൂട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഒരു ഓപ്പറേഷൻ A നടത്തുന്നു, അതിന് സക്സസീവായിട്ട് അടുത്ത ഓപ്പറേഷൻ ആ മോളിക്യൂളിൽ തന്നെ നടത്തുന്നു. അതിനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുക. ആ മൾട്ടിപ്ലിക്കേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ആദ്യം ചെയ്ത ഓപ്പറേഷനെ നമ്മൾ റൈറ്റിലാണ് എഴുതുക, ലാസ്റ്റ് ചെയ്തതിനെ ഫസ്റ്റിലും എഴുതുന്നു. അങ്ങനെയാണ് A എന്ന് പറയുന്ന ഓപ്പറേഷനാണ് ആദ്യം ചെയ്യുന്നത്,
പിന്നീട് ബി ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എഴുതുക BA എന്നാണ്, ആ ഓർഡർ മാറിപ്പോവരുത്. പിന്നെ നമ്മൾ പറഞ്ഞത് കമ്മ്യൂട്ടേറ്റീവ് മൾട്ടിപ്ലിക്കേഷനാണ്. AB = BA ആണെങ്കിൽ നമ്മളതിന് കമ്മ്യൂട്ടേറ്റീവ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിക്കും. അതിന് എക്സാമ്പിളാണ് വാട്ടർ മോളിക്യൂളിലെ മൾട്ടിപ്ലിക്കേഷൻസ്. പിന്നെ നമ്മൾ പറഞ്ഞത് നോൺ കമ്മ്യൂട്ടേറ്റീവ് മൾട്ടിപ്ലിക്കേഷനാണ്. നോൺ കമ്മ്യൂട്ടേറ്റീവ് മൾട്ടിപ്ലിക്കേഷന് എക്സാമ്പിളാണ് BF3 മോളിക്യൂളിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.